Next is classification of sand. Classification of sand. So sand is classified into three: fine sand, coarse sand and gravelly sand. So first one is fine sand. The sand passing through a sieve with clear opening of 1.5875 mm is known as fine sand, and fine sand is used for plastering. നമ്മൾ ഈ സാൻഡിന്റെയും സിവിൽ എഞ്ചിനീയറിംഗിലെ പല മെറ്റീരിയൽസിന്റെയും സൈസ് പറയുന്നത്, ഇതുപോലെ സാൻഡ് പോലുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററിന്റെ സൈസ് പറയുന്നത് സീവ് അനാലിസിസ് ചെയ്തിട്ട് സീവ് സൈസിലൂടെ പാസ് ചെയ്യുന്നത് റീറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ, അതായത് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരുപാട് മെറ്റാലിക് സീവ്സ് ഉണ്ട്. ഈ ഓരോ മെറ്റാലിക് സീവിന്റെയും ആ സീവിന്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, സീവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അരിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതൊരു നെറ്റ് ഷേപ്ഡ് ആയിരിക്കും. സോ ആ നെറ്റിനകത്ത് ഓരോ ഗ്രിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ ഒരു ഗ്രിഡിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നതിന്റെ സൈസ് എത്രയാണെന്ന് നോക്കും. സോ അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അതിന്റെ തൊട്ടടുത്ത സൈസുള്ള സീവിൽ റീറ്റെയിൻ ചെയ്യാണെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിന്റെ സൈസ് ഏത് സീവിലൂടെയാണോ, ഏറ്റവും ചെറിയ ഏത് സീവിലൂടെയാണോ പാസ് ചെയ്യുന്നത് ആ സീവിന്റെ സൈസ് വെച്ചാണ് മെറ്റീരിയലിന്റെ സൈസ് പറയുന്നത് മെയിൻ ആയിട്ട്. സോ sand passing through a sieve with clear opening of 1.5875 mm is known as fine sand. So passing through sieve of 1.5875 mm. അത് മാത്രമല്ല ഫൈൻ സാൻഡ് ആണ് പ്ലാസ്റ്ററിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. Used for plastering. Now second one is coarse sand. Coarse sand ആണെങ്കിൽ it is passing through a sieve with clear opening of 3.175 mm. mm, and coarse sand is used for masonry work. Masonry workinaanu coarse sand use ചെയ്യുന്നത്. And third one is gravelly sand. Gravelly sand is a sand passing through a sieve with a clear opening of 7.62 mm. And it is used for concrete work. So ഇതാണ് three classifications of sand: fine sand, coarse sand, gravelly sand. ഇതേ ഓർഡറിൽ തന്നെയാണ് അതിന്റെ സൈസും പറയുവാണെങ്കിൽ ഫൈൻ സാൻഡ് ആണ് ഏറ്റവും ചെറുത് 1.5875 mm, കോർസ് സാൻഡ് ആണെങ്കിൽ 3.175 mm, ഗ്രേവലി സാൻഡ് ആകുമ്പോൾ കുറെ കൂടെ വലിയ പാർട്ടിക്കിൾസ് ആണ് 7.62 mm. ഫൈൻ സാൻഡ് പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യും. പ്ലാസ്റ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫൈനൽ ഫിനിഷിംഗ് ഉണ്ടല്ലോ, അതാണ് ഈ പ്ലാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. പ്ലാസ്റ്ററിങ്ങിനാണ് ഫൈൻ സാൻഡ് യൂസ് ചെയ്യുന്നത്. മേസണറി വർക്കിനെല്ലാം കോർസ് സാൻഡ് യൂസ് ചെയ്യും. കോൺക്രീറ്റ് വർക്ക്സിനെല്ലാം ഗ്രേവലി സാൻഡ് യൂസ് ചെയ്യും. Now let us see what are the properties of good sand. What are the properties of good sand? Properties of good sand. First one is, അതായത് നമ്മൾ good sand should have the following properties. ഓരോ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിനും കുറച്ച് ഡിസൈഡ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം നമ്മൾ പഠിച്ചു. സോ ബ്രിക്കിന് പഠിച്ചു, സ്റ്റോണിന് പഠിച്ചു, ഇപ്പൊ അതുപോലെ സാൻഡിന്. സാൻഡ് ഷുഡ് ബി ക്ലീൻ, കോഴ്സ് ആൻഡ് കെമിക്കലി ഇനഫ്.
ക്ലീൻ ആയിരിക്കണം, കോഴ്സ് ആയിരിക്കണം, പിന്നെ കെമിക്കലി ഇനർ. കെമിക്കലി ഇനർ മീൻസ് സാൻഡ് കൊണ്ട്, സാൻഡ് വേറെ മെറ്റീരിയൽസും കൊണ്ട് ഒരു റിയാക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. Then sand should be free from organic or vegetable matter. Should be free from organic or vegetable matter. Then sand should contain sharp, angular, coarse, durable grains. Sand should contain coarse, sharp, angular and durable grains. പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്താണ്? Sand should not contain salts which attract moisture from atmosphere. Should not contain salts which attract moisture. അതാണ് നമ്മൾ സീ സാൻഡ് എടുക്കാത്തത്. കാരണം സീ സാൻഡിനകത്ത് സോൾട്ട് ഉണ്ടാവും. ഈ സോൾട്ട് എന്താണ്? മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. പിന്നെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുമ്പോൾ അത് ഡാമ്പിനെസ് ഉണ്ടാവും, എഫ്ലോറസൻസ് വരും, ഡിസിൻറ്റഗ്രേഷൻ. അതാണ് പറയുന്നത് സാൻഡ്സിനകത്ത് മോയ്സ്ചർ അബ്സോർബ് ചെയ്തേക്കാനുള്ള സോൾട്ട്സ് ഒന്നും പാടില്ല. The last property is sand should be well graded. Sand should be well graded. Well graded എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാൻഡിനകത്ത് പല സൈസിലുള്ള പാർട്ടിക്കിൾസ് സൂട്ടബിൾ പ്രൊപ്പോർഷനിൽ ഉണ്ടായിരിക്കണം. ഗ്രേഡിംഗ് എന്താ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഗ്രേഡിംഗ് വെച്ചിട്ടാണ് സാൻഡിന്റെ പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഗ്രേഡിംഗ്. അപ്പം സാൻഡ് ഷുഡ് ബി വെൽ ഗ്രേഡഡ്. വെൽ ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീവ് അനാലിസിസ് ചെയ്ത് ഗ്രേഡിംഗ് കർവ് വരച്ച് കഴിയുമ്പോഴാണ് നമ്മൾ വെൽ ഗ്രേഡഡ് എന്ത് ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ് ആണ് സാൻഡിനുള്ളതെന്ന് പറയും. സോ വെൽ ഗ്രേഡഡ് സാൻഡ് എന്ന് പറഞ്ഞാൽ പല സൈസിലുള്ള പാർട്ടിക്കിൾസ് സൂട്ടബിൾ പ്രൊപ്പോർഷനിൽ ഉണ്ടെങ്കിലാണ് ഒരു മെറ്റീരിയലിനെ വെൽ ഗ്രേഡഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം എല്ലാ പാർട്ടിക്കിൾസും ഒരേ സൈസിൽ ഇരിക്കാൻ പാടില്ല, എല്ലാ പാർട്ടിക്കിൾസും ഒരേ പ്രൊപ്പോർഷനിലും പാടില്ല. അപ്പം പല സൈസിലുള്ള പാർട്ടിക്കിൾ അതിന്റെ സൂട്ടബിൾ പ്രൊപ്പോർഷനിലാണ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെൽ ഗ്രേഡഡ് എന്ന് പറയും. സോ സാൻഡ് ഷുഡ് ബി വെൽ ഗ്രേഡഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് ഓഫ് വേരിയസ് സൈസസ് ഇൻ സൂട്ടബിൾ പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് ഈസ് uses of sand in building construction. Uses of sand in building construction. First uses, sand is used in concrete and for making mortars in building construction. Sand is used in concrete and mortar. സോ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് കോൺക്രീറ്റും യൂസ് ചെയ്യും, മോർട്ടാർ യൂസ് ചെയ്യും. ഇത് രണ്ടിലും നമ്മൾ സാൻഡ് യൂസ് ചെയ്യുന്നു. Then next is sand is used in building construction for filling underground floors and also filling behind retaining walls. Filling underground floors and retaining walls. അണ്ടർഗ്രൗണ്ട് ഫ്ലോർസിന് ഫില്ല് ചെയ്യാനും റീറ്റെയിനിങ് വാളിന്റെ പുറകിൽ ഫില്ല് ചെയ്യാനും സാൻഡ് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ സാൻഡിന്റെ മെയിൻ യൂസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂസ് എന്താണ്? മോർട്ടാറിലും കോൺക്രീറ്റിലും സാൻഡ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫൈൻ ആഗ്രിഗേറ്റ്സ് എന്ന് വിളിക്കും. പിന്നെ അണ്ടർഗ്രൗണ്ട് ഫ്ലോർസും റീറ്റെയിനിങ് വാൾസിന്റെ പുറകിലും ഫില്ല് ചെയ്യാനായിട്ട് സാൻഡ് യൂസ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ യൂസസ് ഓഫ് സാൻഡ് in building construction.
Next is function of sand in mortar and concrete. Function of sand. Function of sand in mortar and concrete. So sand mortar and concrete ഉണ്ടെങ്കിൽ first purpose അവർ meet ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ first purpose അവർ serve ചെയ്യുന്ന first purpose or first function served by sand in mortar and concrete is strength. Five functions ഉണ്ട് അതിലെ first one is strength. So sand helps in the adjustment of strength of concrete or mortar by variation of its proportion with cement or lime. Adjusting strength by varying proportion with cement or lime. Mortar lime അല്ലാതെ സിമെന്റും. സോ ഈ കോൺക്രീറ്റിലൊക്കെ നമ്മൾ എടുക്കുന്ന സിമെന്റിന്റെ പ്രൊപ്പോർഷനിലാണ് ബാക്കിയുള്ള മെറ്റീരിയൽസിന്റെയും അളവ് പറയുന്നത്. അതായത് ഒരു പാർട്ട് സിമെന്റിന് എത്ര പാർട്ട് സാൻഡ്, എത്ര പാർട്ട് വെള്ളം, എത്ര പാർട്ട് കോഴ്സ് അഗ്രിഗേറ്റ്സ്, അങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോർഷൻ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബൈ വേരിയിങ് പ്രൊപ്പോർഷൻ വിത്ത് സിമെന്റ് ഓർ ലൈം. അതായത് സിമെന്റ് ലൈമുമായിട്ട് ഇതിന്റെ അളവ് നമ്മൾ എത്ര പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് സാൻഡ് എടുക്കുന്നത് അതനുസരിച്ച് സ്ട്രെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓഫ് മോർട്ടാർ അഗൈൻസ്റ്റ് ക്രഷിംഗ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. സാൻഡ് ഉണ്ടെങ്കിൽ ക്രഷിംഗ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അതായത് സ്ട്രെങ്ത് തന്നെയാണ് കൂടുന്നത്, പെട്ടെന്ന് ക്രഷ് ആവില്ല. കംപ്രസീവ് ലോഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കോൺക്രീറ്റോ മോർട്ടാറോ ഫെയിൽ ആവത്തില്ല. സോ ഇൻക്രീസസ് ക്രഷിംഗ് റെസിസ്റ്റൻസ്. Then it is also claimed that chemical reaction takes place between silica sand grains and constituents of cement to form a hardened mass. Chemical reaction between silica and cement constituents to form hardened mass. അതായത് സിലിക്ക എവിടെയാണുള്ളത്? സാൻഡിലെ സിലിക്കയും കോൺക്രീറ്റ് സിമെന്റിലെ ചില കോൺസ്റ്റിറ്റ്യുവൻസും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നത് കാരണം ഒരു ഹാർഡൻഡ് മാസ് ഫോം ചെയ്യും. സോ അങ്ങനെ ഹാർഡ് മാസ് ഫോം ചെയ്യുമ്പോൾ സ്ട്രെങ്ത് ഓട്ടോമാറ്റിക്കലി കൂടും. സോ ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് സാൻഡ് ഇൻ മോർട്ടാർ ആൻഡ് സിമെന്റ്. സ്ട്രെങ്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? നമ്മുടെ സാൻഡിന്റെ പ്രൊപ്പോർഷൻ സിമെന്റിന് ലൈമിന് അനുസരിച്ച് വേരി ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സ്ട്രെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. Then presence of sand increases crushing resistance and chemical reaction occurs between silica of sand grains and certain constituents of cement, resulting in the formation of hardened mass. Now next is bulk. So it acts as an adulterant. Sand or fine aggregate forms an important constituent of concrete, and sand together with coarse aggregate forms 70% of volume of concrete. സാൻഡിനെ ഫൈൻ അഗ്രിഗേറ്റ്സ് എന്ന് പറയും. സാൻഡും കോഴ്സ് അഗ്രിഗേറ്റ്സും കൂടി ചേർന്നാൽ 70 to 80% ഓഫ് വോളിയം ഓഫ് കോൺക്രീറ്റിന്റെ വോളിയത്തിന്റെ 70 to 80% ഓക്യുപ്പൈ ചെയ്യുന്നത് കോൺക്രീറ്റിലുള്ള സാൻഡും കോഴ്സ് അഗ്രിഗേറ്റ്സും കൂടെ ചേർന്നാണ്. Black concrete is hard and used as building material. Then
Sand with coarse aggregates form 70 to 80% of the volume of concrete, and it helps to increase the bulk or volume of concrete, which results in reduction of cost. അപ്പോൾ സാൻഡ് ഉള്ളതുകൊണ്ട് എന്താണ്? Increases bulk and reduces cost. സാൻഡ് ഉണ്ടെങ്കിൽ ബൾക്ക് കൂടുക, അതായത് കൂടുതൽ വോളിയം സാൻഡ് ആണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ സാൻഡിന്റെ എമൗണ്ട് കൊണ്ട് നമുക്ക് കോസ്റ്റ് ഓഫ് കോൺക്രീറ്റ് റെഡ്യൂസ് ചെയ്യാം. സിമെന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാൻഡിന് വില കുറവാണ്. അപ്പം സാൻഡും കോഴ്സ് അഗ്രിഗേറ്റ്സും ആണ് കൂടുതൽ വോളിയം ഓക്യുപ്പൈ ചെയ്യുന്നത്. അങ്ങനെ തന്നെ കോൺക്രീറ്റിന്റെ ബൾക്ക് കൂടി കിട്ടുകയും ചെയ്യും. അപ്പോൾ കോസ്റ്റും കുറച്ച് കുറഞ്ഞിരിക്കും. നെക്സ്റ്റ് സെറ്റിംഗ്. In case of fat lime, carbon dioxide is absorbed through the void of sand and setting of fat lime occurs effectively. അതാണ് അത് മോർട്ടാറിൽ വരുന്ന ഫംഗ്ഷൻ ആണ്. ഫാറ്റ് ലൈമിന്റെ കേസിൽ കാർബൺ ഡയോക്സൈഡ് is absorbed through sand voids and setting of fat lime occurs effectively. So fat lime carbon dioxide is absorbed through voids of sand. So setting of fat lime occurs effectively. അതുകൊണ്ട് എന്താണ് effective setting of ഫാറ്റ് ലൈം. അതായത് മോർട്ടാറിന്റെ കേസിൽ സാൻഡിന്റെ വോയിഡ്സിൽ ഫാറ്റ് ലൈം ആണെങ്കിൽ സാൻഡിന്റെ വോയിഡ്സിലൂടെ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്ത് ഫാറ്റ് ലൈം പെട്ടെന്ന് സെറ്റ് ആവും. ഫോർത്ത് വൺ ഇസ് ഷ്രിങ്കേജ്. Next is shrinkage. So shrinkage sand prevents excessive shrinkage of mortar in the course of drying, and hence cracking of mortar during setting is avoided. Shrinkage എങ്ങനെയാണ്? Sand prevents excessive shrinkage in the course of drying. On drying mortar dry ചെയ്യുന്ന സമയത്ത് sand prevents excessive shrinkage. Drying mortar dry ചെയ്യുന്ന സമയത്ത് sand prevents excessive shrinkage. അപ്പോൾ സാൻഡ് എക്സസീവ് ഷ്രിങ്കേജ് പ്രിവെന്റ് ചെയ്യുന്ന കാരണം സെറ്റിംഗ് ടൈമിൽ മോർട്ടാറിന്റെ സെറ്റിംഗ് ടൈമിൽ എന്ത് സംഭവിക്കുന്നു? ക്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാം. സോ മോർട്ടാർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രാക്കിംഗ് അവോയ്ഡ് ചെയ്യാം. ആൻഡ് ഓൾസോ സാൻഡ് ഹെൽപ്സ് ഇൻ ഫില്ലിംഗ് വോയിഡ്സ് ഫോംഡ് ബൈ കോഴ്സ് അഗ്രിഗേറ്റ്സ്. Sand fills voids caused by coarse aggregates. അതായത് കോൺക്രീറ്റിനകത്ത് കോഴ്സ് അഗ്രിഗേറ്റ്സ് ഉണ്ട്, അത് കോഴ്സ് പാർട്ടിക്കിൾസ് ആയിട്ട് അതിനിടയിലുള്ള വോയിഡ്സ് ഉണ്ട്. ആ വോയിഡ്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ സാൻഡ് സഹായിക്കും. നെക്സ്റ്റ് സർഫസ് ഏരിയ. Sand subdivides the paste of the binding material into a thin film, and more surface area is offered for its spreading and adhering. അതായത് ബൈൻഡിങ് മെറ്റീരിയലിന്റെ പേസ്റ്റിനെ തിൻ ഫിലിം ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ സർഫസ് ഏരിയ കിട്ടും ഫോർ സ്പ്രെഡിങ് ആൻഡ് അഡറിങ്.
subdivides paste of binding material into thin film. അതുകൊണ്ടുണ്ടാകുന്ന ഉപയോഗം എന്താണ്? Increases surface area for spreading and adhering. Increases surface area for spreading and adhering. So these are the functions of sand in mortar: strength, bulk, setting, shrinkage, surface area. Strength, bulk, setting, shrinkage and surface area.